സാബു എം ജേക്കബ് NDAയിലേക്ക് എത്തിയത് ED അന്വേഷണം കടുപ്പിക്കുന്നതിനിടെ സാബു എം ജേക്കബിന് നേരത്തെ ED 2 തവണ നോട്ടീസ് നൽകിയിരുന്നു. കിറ്റെക്സ് ഗ്രൂപ്പിനെതിരെ ഫെമ നിയമലംഘനത്തിനാണ് ED കേസെടുത്തിരുന്നത്. വിദേശത്തേക്ക് പണം അയച്ചതുമായി ബന്ധപ്പെട്ടായിരുന്നു അന്വേഷണം. രാഗിൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. രാഗിൻ, ഗുഡ് മോർണിംഗ്. ഫെമ ചട്ടലംഘനം, വിദേശത്തേക്ക് പണം അയച്ചതുമായി ബന്ധപ്പെട്ട ചട്ടലംഘനം ED അന്വേഷിക്കുന്നതിനിടെ തുടർ നടപടികളിലേക്ക് അല്ലെങ്കിൽ സന്ദർഭം കടുപ്പിക്കാതിരിക്കാൻ വേണ്ടി NDAയിലേക്ക് ചേർന്നു എന്നതാണോ ഇപ്പോൾ ഉയരുന്ന രാഷ്ട്രീയ ചർച്ച? വിശദാംശങ്ങൾ എന്തിനാകും? മോത്തി, ഗുഡ് മോർണിംഗ്. അതായത് 2020 കഴിഞ്ഞ ദിവസങ്ങളിൽ NDA പാളയത്തിലേക്ക് പോയിരുന്നു. അതിന് രാഷ്ട്രീയ കാരണങ്ങളാണ് സാബു എം ജേക്കബ് അടക്കം വ്യക്തമാക്കിയിരുന്നത്. അതുമായി ബന്ധപ്പെട്ട കാരണങ്ങളാണ്. പക്ഷെ ഇങ്ങനെ ഒരു കാര്യവും, അല്ലെങ്കിൽ 2020 NDAയിലേക്ക് പോയത് ഈ കാരണം കൊണ്ടാണെന്നല്ല, മറിച്ച് ഇത്തരം ഒരു സാഹചര്യവും കൂടി അതിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു എന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതായത് ഈ ഫെമ വൈലേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിറ്റെക്സ് ഗ്രൂപ്പിനെതിരെ ഒരു കേസ് ED അന്വേഷിച്ച് വന്നിരുന്നു. അതിൽ സാബു എം ജേക്കബിന് നോട്ടീസ് ED കൈമാറിയിരുന്നു. പക്ഷേ സാബു എം ജേക്കബ് ഹാജരായില്ല. പകരം ചാർട്ടേഡ് അക്കൗണ്ടന്റിനെയാണ് സാബു എം ജേക്കബ് അയച്ചത്. അതിൽ അന്വേഷണം മുറുകുന്നതിനിടെയാണ് ഇപ്പോൾ NDA പ്രവേശനം ഉണ്ടായിട്ടുള്ളത്. ഈ കിറ്റെക്സുമായി ബന്ധപ്പെട്ടു വന്ന സംഭവം എന്ന് പറയുന്നത് വിദേശത്തേക്ക് പണം അയച്ചതുമായി ബന്ധപ്പെട്ട വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട ആംഗിളിലാണ് ഫെമ കേസ് രജിസ്റ്റർ ചെയ്ത് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത്. ആ അന്വേഷണത്തിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ് യഥാർത്ഥത്തിൽ. പക്ഷെ അങ്ങനെ ഹാജരായിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം കൂടുതൽ തലങ്ങളിലേക്ക് പോകുന്ന ഒരു ഘട്ടവും കൂടിയായിരുന്നു. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ഒരു NDA പ്രവേശനം സാധ്യമായിരിക്കുന്നത്, അല്ലെങ്കിൽ NDA പ്രവേശനത്തിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. പക്ഷെ നേരത്തെ സാബു അടക്കം വ്യക്തമാക്കിയത് രാഷ്ട്രീയ കാരണങ്ങളാണ് എന്നാണ്. പക്ഷെ ഇത്തരം ചില സാഹചര്യങ്ങൾ കൂടി അതിന്റെ ഭാഗമായി ഉണ്ട്. ആ കാര്യമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് ഇത് രാഷ്ട്രീയ വിഷയമായി, അല്ലെങ്കിൽ രാഷ്ട്രീയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി ഉയർന്നു വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇത്തരത്തിലുള്ള ചില, അല്ലെങ്കിൽ അത്തരം വിമർശനങ്ങളും അതോടൊപ്പം തന്നെ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് EDയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ED വിഷയം ഇത്തരത്തിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ് നേരത്തെ മുന്നണികളൊക്കെ തന്നെ ആരോപണം ഉന്നയിക്കും. അതിന് പല മാനങ്ങൾ കൈവരികയാണ്. രാഗിൻ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് EDയെ സ്വാധീനിക്കാൻ കഴിയും, അങ്ങനെയൊരു നാഷണൽ ഏജൻസിയെ സ്വാധീനിക്കാൻ, രാഷ്ട്രീയ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന ഒരു കാര്യം ചർച്ചയാവും. മറ്റൊന്ന്, ഇത്തരം ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ EDയുടെ പരിശോധനകൾക്ക് ഹാജരാകേണ്ടി വരും എന്ന, അല്ലെങ്കിൽ റെയ്ഡ് നടക്കുമെന്ന ഒരു ഘട്ടത്തിൽ NDAയിലേക്ക് പോയി, അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും ചർച്ചയാകും.